ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഒരു കിടിലൻ ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ആപ്പിൻ്റെ വാട്ടർമാർക്ക് ഉണ്ടാകില്ല. ആദ്യം തന്നെ ഈ ആപ്പിനെ പരിചയപ്പെടുക. ഈ ആപ്പിൻ്റെ പേരാണ് വീഡിയോ എഡിറ്റർ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ്. അതിനാൽ തന്നെ എൻ്റെ ഗാലറിയിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഓപ്പണായി വിൻഡോയിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിൽ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആവശ്യമായിട്ടുള്ള വിൻഡോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് ഒരു എഡിറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുക. ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്യാൻ ആവശ്യമായ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം താഴെ ആരോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതാണ് മെയിനായിട്ടുള്ള എഡിറ്റിംഗ് പാർട്ട്. ഇവിടെ നിന്നാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. ഈ ലെയർ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈസി എഡിറ്റ് ചെയ്യാൻ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൂൾസുകൾ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതിനായി വീഡിയോ സ്പ്ലിറ്റ് ചെയ്യേണ്ട പാർട്ട് സെലക്ട് ചെയ്ത് താഴെ സ്പ്ലിറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഈ സ്പ്ലിറ്റ് ചെയ്ത പാർട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായി ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. എനിക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് അതിൻ്റെ കളർ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഇൻറ്റൻസിറ്റി സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടു നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് റിമൂവ് ചെയ്യുക. ഇനി ഞാൻ ഇതിലേക്കൊരു ന്യൂ വീഡിയോ ആഡ് ചെയ്യുകയാണ്. അതിനായി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഫോട്ടോസൊക്കെ ഇത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫസ്റ്റ് അപ്ലൈ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ ഈ ലെയറിനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്റർ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ടു ആൾ സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇഫക്ട്സ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ എഫക്റ്റ് എങ്ങനെ വീഡിയോയിൽ സൂട്ടബിൾ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി ഈ ഷോട്ടുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. രണ്ട് ഷോട്ടുകൾക്കിടയിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഫക്ട്സ് സെലക്ട് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് എങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി BG സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കളറുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇമേജസ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഫ്രെയിം ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോപ്പ് ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഫ്രെയിം ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഫ്രീസ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു പാർട്ട് മാത്രം ഫ്രീസ് ചെയ്യാവുന്നതാണ്. സ്പീഡ് ടൂൾ യൂസ് ചെയ്ത് ആവശ്യമുള്ള പാർട്ട് മാത്രം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ലെയറുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ലെയർ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഡ്രാഗ് ചെയ്ത് ഇടാവുന്നതാണ്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയുടെ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ ടൂൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ സൂം ഇൻ ആൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. അതിനായി സൂം സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്യുന്ന വീഡിയോക്ക് കവർ പേജ് ആഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി കവറിന് ക്ലിക്ക് ചെയ്ത് അതിൽ ആവശ്യമായിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്ത്
ഇടാവുന്നതാണ്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്ത വീഡിയോയുടെ മുകളിൽ ഒരു പുതിയ ലെയർ ആഡ് ചെയ്യുന്നതെന്ന് അങ്ങനെ നോക്കാം. അതിനെ ഇത് ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇനി അത് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്ലേസിങ് ചെയ്യുക. നെക്സ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കാണുന്ന മ്യൂസിക്കിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സോങ്സ് അതുപോലെ തന്നെ സൗണ്ട് ഇഫക്റ്റ്, ഓഡിയോ റെക്കോർഡിംഗ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. സോങ്സ് ആഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി സോങ്സ് ക്ലിക്ക് ചെയ്ത് അത് ആവശ്യത്തിനനുസരിച്ച് ക്രോപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. വോളിയം അഡ്ജസ്റ്റ് ചെയ്തും ഫേഡ് ഔട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് സേവ് ചെയ്യുകയാണ്. അതിനായി എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ നമുക്ക് കാണാം ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് നമ്മുടെ 4K വരെ റെസൊല്യൂഷനിൽ നമുക്ക് നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്, സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ആപ്പിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.